ഇത് തണ്ണിത്തോട് സീനറിയാണ് കേട്ടോ. എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ, അടിപൊളിയാണ്. അപ്പോൾ ഞാൻ തണ്ണിത്തോട് വരെ ചെറിയൊരു യാത്രയിൽ വന്നതാണ്. കണ്ടുമ്പോൾ ഭംഗി തോന്നി, നല്ല രസമുണ്ട് ഈ മല കാണാൻ. അല്ലെങ്കിലും തണ്ണിത്തോട് മലയാണ്, നല്ല ഭംഗിയേറിയ സ്ഥലം. പിന്നെ ചെറിയ റോഡാണേലും വണ്ടി കയറിപ്പോകുന്ന പോക്കുണ്ടോ. കൃഷിയുണ്ടോ ചണ്ണയുടെ? അതെവിടാ? പുറകെ പറമ്പിലുണ്ടല്ലേ? അപ്പം ഇത് ചെത്തി ഉണക്കി ഇങ്ങനെ തൂക്കി കൊടുക്കണം. ആ, കസ്തൂരി മഞ്ഞളല്ലേ? ആ, ഉപ്പേരിക്കപ്പ അരിയുന്ന പോലെ അരിഞ്ഞ് നമ്മൾ ഉണക്കണം. അതെ, തന്നെയുള്ള ജീവിതം വലിയ ബുദ്ധിമുട്ടാണ്. അമ്മാമ്മ ഉണ്ടെങ്കിൽ വല്ല വെച്ച് അനത്തി വിറമ്പിയൊക്കെ തന്നാൽ. അതെ 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 അതെ. വാർപ്പ വീട് കുഴപ്പമില്ല. പൈസയും വേണ്ട ഇല്ലേ? ആ, മലപ്രദേശം ആയതുകൊണ്ട് ഇപ്പം പെര താമസിക്കാനുള്ള പെര മതി. ആ, വസ്തു ആർക്കും ഇപ്പം വേണ്ട, എല്ലാവരും വസ്തു ഇപ്പം കൊടുക്കുക. അപ്പുറത്തെ വീട് ആരുടെയാ? ആ, ശരിയാ. താമസമുണ്ടോ അതിനകത്ത്? ആ, അതും പഴയ ഒരുപാട് പഴം ആയി. ആ, കഴിച്ചു കഴിച്ചു കഴിച്ചു. ഇവിടെ ഒരു മലപ്രദേശമാണ് കേട്ടോ. ആ മലപ്രദേശത്ത് ഒരുപാട് വീടുകളിങ്ങനെ ആരുമില്ലാതെ ഇട്ടിച്ചിങ്ങനെ പോകുന്നൊരു വീടുണ്ട്. കാരണം ഇപ്പോൾ ആരും ഈ മലപ്രദേശത്തൊന്നും താമസിക്കാറില്ലല്ലോ. പഴയ വീടുകളൊക്കെ ഇങ്ങനെ അനാഥയായിട്ട് കിടക്കുക. നല്ല അടിപൊളി വീടുകളൊക്കെയാണ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇവിടെ എല്ലാം ജാതിമരവും ആത്തമരം, ജാതിമരമൊക്കെയാണ് ഇവിടെ കൂടുതൽ നിൽക്കുന്നുണ്ട്. കൊക്കോ, തണ്ണിത്തോട് ഏരിയയിലിങ്ങനെ കൊക്കോ മരവും കാപ്പി മരം, ജാതി മരം, അതൊക്കെ ഇവിടെ നിൽക്കുന്നത്. ഇത് കണ്ടോ, മുരിങ്ങയ്ക്ക പൂത്ത് ചെറിയ കായായി നിൽക്കുന്നുണ്ട്. ഇവിടെ ഒത്തിരി പേരുണ്ടോ തൊഴിലുറപ്പിന്? ലില്ലിമാമയില്ലേ? ഇന്ന് വന്നില്ല. അവിടെ ഇവിടെ എല്ലാം ചണ്ണ കളച്ചിങ്ങനെ ഇട്ടേക്കാം കേട്ടോ. ഇത് ഇനിയും ചെത്തി ഉണക്കിയൊക്കെയാണ് ഇവർ കൊടുക്കുന്നത്. നല്ല വിലയുണ്ടെന്നാണ് പറയുന്നത്. കിലോയ്ക്ക് 100 രൂപ വിലയുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങളിവിടെ എല്ലാം കണ്ടും ഞങ്ങളും വിത്തിനുള്ളത് അത് തന്നാണ് ഞങ്ങളത് മേടിച്ചോണ്ടിരിക്കുന്നത്. ഇപ്പം ഞങ്ങൾ യാത്രയിൽ തിരിച്ചു പോവുകയാണ്. അച്ചായൻ്റെ മുറ്റത്ത് നിന്നെടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ നിങ്ങൾ ലൈക്കും കമൻറ്റും ഒക്കെ അറിയിക്കുക. ഈ സ്ഥലം ഇഷ്ടപ്പെട്ട
നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ വനത്തിൽ കൂടെ പോകും കേട്ടോ. തണ്ണിത്തോട് വനമാണിത്. വനത്തിൽ കൂടെ ഇങ്ങനെ പോകും. ഈ ആന ഇറങ്ങുന്ന സമയമാണ്. സമയമൊന്നുമില്ല, ആനയ്ക്ക് 8 മണിയിൽ ഇറങ്ങാൻ, വെള്ളം കുടിക്കും, താഴത്തേക്ക് സമയത്ത് ഇറങ്ങാമായിരുന്നു. അങ്ങനെ ഞങ്ങൾ നോക്കി പോയപ്പോഴാണ്